Hi friends, welcome back to our channel. Next question is, identify the correct statement about the single entry system of accounting. Statement 1. The single entry system of a system records only cash and personal transactions. Statement 2. It provides a complete and accurate picture of financial transaction. Statement 3. The single entry system is mainly used by small businesses. And the options are option A, only 1 and 2 are correct. Option B, only 2 and 3 are correct. Option C, only 1 and 3 are correct. Option D, all statements are correct. And the answer is option C, only 1 and 3 are correct. ഇപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിലെ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സിംഗിൾ എൻട്രി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഈ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്ന സ്മോൾ സ്കെയിൽ ബിസിനസ് സിംപ്ലിഫൈഡ് ആയിട്ട് അവരുടെ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവിടുത്തെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാനായിട്ടാണ് ഈ സിംഗിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഇതൊരിക്കലും നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു പിക്ചർ നമുക്ക് നൽകുന്നില്ല. ഓക്കെ, ഇതിൽ ഈ സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന സ്ഥാപനങ്ങൾ ആക്ച്വലി അവർ റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻസും അതുപോലെ തന്നെ പേഴ്സണൽ ട്രാൻസാക്ഷൻസും ആണ്. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ട്സും അതുപോലെ തന്നെ ക്യാഷ് ട്രാൻസാക്ഷനും ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സിംഗിൾ എൻട്രിയിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇതാണ് സിംഗിൾ എൻട്രിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം റെക്കോർഡ്സ് ഓൺലി ക്യാഷ് ആൻഡ് പേഴ്സണൽ ട്രാൻസാക്ഷൻ. അത് കറക്റ്റാണ്, ക്യാഷ് ആൻഡ് പേഴ്സണൽ ട്രാൻസാക്ഷൻ എന്നുള്ളത് കറക്റ്റാണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ ഇറ്റ് പ്രൊവൈഡ്സ് എ കംപ്ലീറ്റ് ആൻഡ് അക്യുറേറ്റ് പിക്ചർ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു. നമുക്കറിയാം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എല്ലാം റെക്കോർഡ് ചെയ്യുമ്പോഴേ നമുക്ക് ആ ഒരു കമ്പനിയുടെ കൃത്യമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ളൊരു പിക്ചർ, ആ ഒരു ഇമേജ് നമുക്ക് കിട്ടുള്ളൂ അല്ലേ. കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഓക്കെ എങ്ങനെയാണെന്നുള്ളതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഫർമേഷൻസും ഓക്കെ അവരുടെ പെർഫോമൻസ് ഓക്കെ ഇതൊക്കെ അറിയുന്നത് എങ്ങനെയാണ് കംപ്ലീറ്റ് ആയില്ല എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതിൽ എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നില്ല, ക്യാഷ് ട്രാൻസാക്ഷനും പേഴ്സണൽ ട്രാൻസാക്ഷനും മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൊരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടുമോ ഇല്ല. അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണെന്ന് പറയുന്നത്. ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞു സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് മെയിൻലി യൂസ്ഡ് ബൈ സ്മോൾ ബിസിനസ്സസ്. ഓക്കെ, അത് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ നോക്കൂ, സിംഗിൾ എൻട്രി സിസ്റ്റം റെക്കോർഡ്സ് ഓൺലി സെലക്റ്റഡ് ട്രാൻസാക്ഷൻ, മെയിനായിട്ട് ക്യാഷ് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സസ്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് എ ഫുൾ ഫിനാൻഷ്യൽ പിക്ചർ ബട്ട് ഈസ് കോമൺലി യൂസ്ഡ് ബൈ സ്മോൾ ബിസിനസ്സസ് ഡ്യൂ ടു ഇറ്റ്സ് സിംപ്ലിസിറ്റി. ക്ലിയർ അല്ലേ അത്? താങ്ക് യു.